ഭാരതീയ വിചാര കേന്ദ്ര സംസ്ഥാന സമ്മേളനത്തിൽ 1924 ആലുവ സർവമത സമ്മേളനം ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടക്കുകയാണ്. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിനെയൊക്കെ വൾഗറൈസ് ചെയ്ത് ഇനി മനുഷ്യന് തൊടാൻ വയ്യാത്ത വിധത്തിൽ മലിനമാക്കി റിലേ നിരാഹാരം എന്നുവരെയൊക്കെ പറഞ്ഞു കുടുങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു പത്രക്കാരൻ പറഞ്ഞത് നീരാഹാരമാക്കി ജീവിക്കുന്നതാണ് നിരാഹാരം എന്നും അദ്ദേഹം പുതിയ വ്യാഖ്യാനവും കൊടുത്തു. ഭഗവത്ഗീതയിൽ ഇതിന്റെ നിർവചനമുണ്ട്. വിഷയാ വിനിവർത്തന്ത്യേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോപ്യസ്യ. വിഷയവസ്തുക്കളിൽ നിന്നും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിവർത്തിക്കുന്നതാണ് നിരാഹാരം. അധികാരം, പണം, പദവി, യശസ്, ഈ ലോകഭോഗങ്ങളോടുള്ള ആസക്തിയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും വിശദമാക്കുന്നത്, വെളിവാക്കുന്നത്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ്. അങ്ങനെ പിന്തിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ ആദ്യം വരുതിയിൽ നിർത്തിയിട്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം. അല്ലാതെ ഇന്ദ്രിയങ്ങൾ പാട്ടിൽ നിൽക്കില്ല. അല്ലെങ്കിൽ പലരും വൈകുന്നേരം രാമനാമം ചൊല്ലുന്ന രീതിയിലായിരിക്കും. നാരായണ 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 നാരായണ, സുമതിക്കുട്ടി പശുവിനെ അഴിച്ചു കെട്ടിയോ, നാരായണ 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 നാരായണ, അടുക്കളയിൽ എന്തോ കരിയുന്നുണ്ട് നീ ശ്രദ്ധിക്കുന്നില്ല, നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ പോകും. കാരണം ഇതെന്താന്ന് വെച്ചാൽ നാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സ് വേറെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ആദ്യം നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ താനേ നിയന്ത്രിക്കപ്പെടും. അതുകൊണ്ടാണ് മനസ്സ് കടിഞ്ഞാണാണ് എന്ന് ആര് പറഞ്ഞത്? പഴയ ജന്മത്തിൽ ഞാൻ പറഞ്ഞത്, എന്നുവെച്ചാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എന്റെ പേരുകാരനെങ്കിലും ആണല്ലോ. ശ്രീകൃഷ്ണൻ പറഞ്ഞ അതാണ്, മനസ്സ് കടിഞ്ഞാണാണ്, ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. ആ കുതിരകളെ നിയന്ത്രിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിൽ നിയന്ത്രിതമായിരിക്കണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സുകളെയും നിയന്ത്രിച്ചുകൊണ്ട് ലോകത്തു നിന്നും എടുക്കാവുന്നതിന്റെ ഏറ്റവും കുറവ് അധികാരവും ഏറ്റവും കുറവ് പണവും ഏറ്റവും കുറവ് പദവികളും ഏറ്റവും കുറവ് യശസ്സും എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? അഹിംസ എന്ന് പറയുക. അപ്പൊ ക്യാപിറ്റലിസം ഹിംസയാണോ അഹിംസയാണോ? അതിലേക്കാണ് വരുന്നത്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെളിവില്ലാതെയല്ല ഇവിടെ നിൽക്കുന്ന സുധീറെ, നല്ല വെളിവോട് കൂടി തന്നെ നിൽക്കുന്ന. ഇതാണ്, ഈ സംസ്കാരമാണ് എന്ത്? സനാതനധർമ്മം. ഈ സംസ്കാരം വേണോ വേണ്ടയോ? അതാണ് ചോദ്യം. ആ സംസ്കാരം വേണം എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ 25 മിനിറ്റ് വൈകിട്ടാണ് തുടങ്ങിയത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാനിവിടെ വന്നിരുന്നപ്പോ തന്നെ പറഞ്ഞു 9 മണിക്ക്